Hello all, welcome to Teacher at Home. So now we can start with the next topic, that is about the William Crookes, 1832 to 1919. അപ്പോൾ അടുത്ത വില്യം ക്രൂക്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. In 1875, William Crookes conducted some experiment using a modified form of gaseous discharge tube which helped in the clarification of nature of gases. അപ്പോൾ വില്യം ക്രൂക്ക് എന്ത് ചെയ്തു? എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു അല്ലേ? gaseless discharge tube പോലെ, which helped in the clarification of nature of ഏത് ടൈപ്പ് ഗ്യാസ് ആണ് ഉപയോഗിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ ആയിരുന്നു. The changes observed in cathode ray tube. അപ്പോൾ എന്ത് മാറ്റമാണ് ഈ cathode ray ട്യൂബിൽ ഉണ്ടായത്? when pressure is decreased inside the tube. പ്രഷർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിൽ കുറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ ലൈറ്റ് റേസ് കണ്ടത് രണ്ട് ഭാഗത്തും അല്ലേ? Study of the characteristic cathode rays lead to the facts. Further studies lead to the discovery of facts. എന്താണ്? Atoms can be divided and atoms are made. Atoms എന്തുകൊണ്ടുണ്ടാക്കിയാണ്? എക്സ്ട്രീംലി സ്മോൾ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൊണ്ടുണ്ടാക്കിയതാണ് ആറ്റംസ് അല്ലേ? പിക്ചർ ട്യൂബ് ഓഫ് ടി വി ആൻഡ് എക്സ്റേ ട്യൂബ് ആർ കാഥോഡ് റേ. അപ്പൊ ടി വിയിലെയും എന്താണ് എക്സ്റേയിലെ പിക്ചർ ട്യൂബ് എന്ന് പറയുന്നത് കാഥോഡ് റേ ട്യൂബാണ്. ഓക്കെ, നേച്ചർ ഓഫ് ഗ്യാസിനെ കുറിച്ച് പഠിക്കാനാണ് വില്യം ക്രൂക്സ് ശ്രമിച്ചത്, പ്രഷർ ഡിക്രീസ് ചെയ്തിട്ട്. ഇനി നെക്സ്റ്റ് സയന്റിസ്റ്റ് ഇറ്റ് ഈസ് അബൌട്ട് ദ യൂജിൻ ഗോൾഡ്സ്റ്റൈൻ 1815 to 1930. He was a scientist who recognized the presence of positive charge in gases by conducting the discharge tube experiments. അപ്പോൾ എന്താണ്? ഗ്യാസിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ബൈ കണ്ടക്ടിങ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. 1886 he produced anode rays using discharge tube and found the presence of positive charge by studying the features of anode rays. This experiment and results gave too many evidences to oppose Dalton's atomic theory. അതായത് യൂജിൻ ഗോൾഡ്സ്റ്റൈൻ മെയിൻലി എന്താണ് ഒബ്സർവ് ചെയ്തത്? പോസിറ്റീവ് ചാർജ്, ഗ്യാസിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ട്. ഓക്കെ, ഇൻ 1886 ഹി പ്രൊഡ്യൂസ്, എന്താ പ്രൊഡ്യൂസ് ചെയ്തത്? ആനോഡ് റേസ് അല്ലെ? പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്ത് ആനോഡ് റേസ് യൂസിങ് ഡിസ്ചാർജ് ട്യൂബ്. പോസിറ്റീവ് ചാർജ് ആണ് by studying the feature of അപ്പൊ ആനോഡ് റേസ് എന്ത് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുക? പോസിറ്റീവ് ചാർജ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് റിസൾട്ട് ഗിവ് ടു മെനി എവിഡൻസസ് ടു ഒപ്പോസ്. ഡാൽട്ടന്റെ തിയറി ഒപ്പോസ് ചെയ്യാനുള്ള കുറെ എവിഡൻസ് ഇതിൽ നിന്ന് നമുക്ക് ലഭിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഇസ് അബൌട്ട് വില്യം റോൺജൻ 1845 to 1923 ഇയർ. ഓക്കെ, experiment conducted by William Ronson using Crookes discharge tube led to the discovery of X-rays on 8 November 19. അപ്പോൾ നമ്മൾ പിക്ചർ ട്യൂബും ടി വിയുടെയും എക്സ്റേയിലും പിക്ചർ ട്യൂബ് എന്താണ്? ഈ ഡിസ്ചാർജ് ട്യൂബ് തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ വില്യം റോൺസൺ എന്താണ് കണ്ടക്ട് ചെയ്തത്? എക്സ്പെരിമെന്റ് യൂസിങ് ക്രൂക്സ് ഡിസ്ചാർജ് ട്യൂബ് ആണ് കണ്ടക്ട് ചെയ്തത്. He placed an aluminum plate on the path of cathode rays and reflected the rays. Special type of rays emerged when they called as X-rays. Later it continued to be known as X-ray itself. It was an accidental discovery that happened while doing studies on the characteristics of the substances. X-ray is widely used in medical science, industry, construction field, etc. അതായത് എക്സ്പെരിമെന്റ് കണ്ടക്ടഡ് ബൈ വില്യം റോൺസൺ. എങ്ങനെയാണ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്? ക്രൂക്ക് ഡിസ്ചാർജ് ട്യൂബിലാണ് കണ്ടക്ട് ചെയ്തത്. അപ്പൊ അതിൽ നിന്നും എന്ത് കണ്ടുപിടിച്ചു? എക്സ്റേ എന്ന റേസ് കണ്ടുപിടിച്ചു. പ്ലേസ്ഡ് അലുമിനിയം പ്ലേറ്റ് എവിടെയാ? കാഥോഡ് റേ വരുന്ന പാത്തിലേക്ക് അലുമിനിയം പ്ലേറ്റ് വെച്ചു. അപ്പോൾ റിഫ്ലക്ട്, അതിൽ നിന്ന് വരുന്ന റേസിനെ റിഫ്ലക്ട് ചെയ്തു. സ്പെഷ്യൽ ടൈപ്പ്, അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഒരു സ്പെഷ്യൽ ടൈപ്പ് റേ എമർജ് ഫ്രം ഇറ്റ്. അതിനെയാണ് എക്സ്റേസ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അതായത് വില്യം റോൺജനെ ഈ ഡിസ്ചാർജ് ട്യൂബ് വെച്ച് തന്നെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. ആ എക്സ്പെരിമെന്റിലൂടെയാണ് എക്സ്റേ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചത്. എങ്ങനെയാ ചെയ്തത്? അലുമിനിയം പ്ലേറ്റ് പാത്ത് ഓഫ് കാഥോഡ് റേസിന്റെ പാത്തിൽ അലുമിനിയം പ്ലേറ്റ് വെച്ചു and reflected the rays. അപ്പോഴാണ് a special type of rays emerging from it notice ചെയ്തത്, that is known as the X-rays. It was an accidental discovery that happened while doing studies on the characteristic of substance. X-ray is widely used എന്തിലൊക്കെയാ? മെഡിക്കൽ സയൻസിലെ, ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ ഫീൽഡ്, ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. J.G. Thomson experiment helped in changing the ideas about the atom that existed at the timing and forming new concepts. He proved that the
he proved that the X-rays originating from the cathode ray are made up of negative. അപ്പോൾ കാഥോഡ് റേസിൽ നിന്നും വരുന്ന ചാർജ് ഏതാണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ആനോഡിൽ പോസിറ്റീവ്. He also made it clear that this particle possesses, ആ പാർട്ടിക്കിളിൽ എന്തൊക്കെ കാണും? മാസും എനർജിയും കാണും. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പാർട്ടിക്കിൾസിൽ മാസും ഉണ്ടാവും, എനർജി ഉണ്ടാവും. When electric discharge was passed, all the gases gave the same negative particles irrespective of the nature. അതായത് എല്ലാം എന്തെന്നെ കൊടുക്കും? നെഗറ്റീവ് ചാർജ് തന്നെ കൊടുക്കും, irrespective of nature. ഏത് ഗ്യാസ് ആണോ എന്നൊന്നും നോക്കില്ല, എല്ലാ ഗ്യാസും എന്തെന്നെയാണ്? നെഗറ്റീവ് പാർട്ടിക്കിൾസ് ഗീവ് ചെയ്യും. Hence, he substantiated that these particles are common to all substances. എല്ലാ സബ്സ്റ്റൻസിനും ഈ പാർട്ടിക്കിൾസ് കോമൺ ആണ്. He proved that they are much smaller than the atom and are part of atoms. അതായത് ആറ്റത്തിനെ കാട്ടിയും ചെറുതുമാണ്, പിന്നെന്താണ്? And a part ആറ്റത്തിന്റെ ഭാഗമായിട്ട് വരും. In 1897, the scientific world approved the discoveries of J.J. Thomson. That is proved that an atom can be divided. നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ഓഫ് ആറ്റം എന്താണ് നമ്മൾ പറയാ? ഇലക്ട്രോൺ എന്ന് പറയും. അപ്പൊ J.J. തോമസൺ കണ്ടക്ട് ചെയ്ത എക്സ്പെരിമെന്റ് എങ്ങനെയാണ്? എക്സ്റേസ്, ദാറ്റ് ഈസ് റേ ഒറിജിനേറ്റിംഗ് ഫ്രം ദ കാഥോഡ് റേ. കാഥോഡ് റേയിൽ നിന്നും വരുന്ന റേസ് എന്താ? കാഥോഡ് റേയിൽ നിന്നും വരുന്ന റേസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. പിന്നെന്താ ക്ലിയർ ആക്കിയത്? ആ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസിന് എന്തൊക്കെയുണ്ട്? മാസും എനർജിയും ഉണ്ട്. സോ ഇറ്റ് ഈസ് ഹാവിംഗ് മാസ് ആൻഡ് എനർജി. When electric discharge was passed, all the gases, അപ്പോൾ ഇലക്ട്രിക് ഡിസ്ചാർജ് പാസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന എല്ലാ ഗ്യാസിനും നെഗറ്റീവ് പാർട്ടിക്കിൾസ് ആയിരിക്കും. ഏത് ടൈപ്പ് ഓഫ് ഗ്യാസ് എന്നൊന്നും നോക്കില്ല, എല്ലാത്തിനും നെഗറ്റീവ് പാർട്ടിക്കിൾസ് തന്നെ ആയിരിക്കും. ഓക്കെ, എല്ലാ സബ്സ്റ്റൻസിനും അത് കോമൺ ആണ്. പിന്നെന്താണ്? ആറ്റംസിനെ ഫർദർ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ പാർട്ടിക്കിൾസ് ആക്കും. അപ്പൊ ആ ആറ്റത്തിലുള്ള നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോൺസ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ അത്രയുമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ഏർണസ്റ്റ് റൂദർഫോർഡ്. The discovery of electron energized the search for other particles in an atom. അപ്പോൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ചതോടുകൂടി ആറ്റത്തിലുള്ള വേറെ പാർട്ടിക്കിൾസിനെ കൂടെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായി. Even though the presence of positive charge in substance had been, പോസിറ്റീവ് ചാർജ് നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്തതാണ് അല്ലെ? It is Rutherford who proved it authentically. Rutherford ആണ് അത് കണ്ടുപിടിച്ചത്. He conducted experiments by passing. എങ്ങനെയാ കണ്ടക്ട് ചെയ്തത്? പോസിറ്റീവ്ലി ചാർജ് ആൽഫ പാർട്ടിക്കിൾസ് ത്രൂ എ വെരി തിൻ ഗോൾഡ് ഫോയിൽ. അപ്പൊ ആൽഫ പാർട്ടിക്കിൾസിനെ ഒരു ഗോൾഡ് ഫോയിലിൽ കൂടി കടത്തിവിട്ടു. ആൽഫ റേസ് ദാറ്റ് കം ഔട്ട് ത്രൂ ദ ഗോൾഡ് ഫോയിൽ അലൗഡ് ടു ഫോൾ ഓൺ എ സർക്കുലർ ഫോട്ടോഗ്രാഫി. അപ്പൊ ഈ ആൽഫ റേസിനെ ഏതിലേക്കാണ് വന്ന് വീഴുക? സർക്കുലർ ഫോട്ടോഗ്രാഫി ഫിലിമിലേക്കാണ് വന്ന് വീഴാറ്. He made some inferences by analyzing the observation. He substantiated that the major portion of an atom is empty. ആറ്റത്തിന്റെ മേജർ ഭാഗം എന്താണ്? എംപ്റ്റി ആണ്. And there is small part inside the atom. ചെറിയ പാർട്ട്, ആറ്റത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഭാഗമുണ്ട്. ആ പോസിറ്റീവ് ചാർജ്, where all the positive charge is concentrated. The central region of an atom, ആ നടുവിലുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുക? ന്യൂക്ലിയസ് എന്ന് പറയുക. In 1912, the scientific world recognized the presence of positively charged center of an atom. On the basis of further experiments, 1920, it was proved that particles that were responsible for positive charge-നെയാണ് നമ്മൾ എന്ത് പറയുക? protons എന്ന് പറയുക. Charge was found to be equivalent opposite to that of electron. It is determined that mass of proton is equal to mass of hydrogen atom. Also, with that, he also predicted the presence of chargeless particle in the nucleus. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ റൂദർഫോർഡ് കണ്ടുപിടിച്ചത്? ഈ ഇലക്ട്രോൺ കണ്ടുപിടിച്ചതോടുകൂടി ബാക്കിയുള്ള പാർട്ടിക്കിൾസിനെ കൂടെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായി. പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് അല്ലെ, അത് നേരത്തെ കണ്ടുപിടിച്ചതാണ് റൂദർഫോർഡ്. എങ്ങനെ കണ്ടക്ട് ചെയ്ത എക്സ്പെരിമെന്റ്സ്? ഈ പോസിറ്റീവ് ചാർജ് ആൽഫ പാർട്ടിക്കിളിനെ ഒരു തിൻ ഗോൾഡ് ഫോയിലിൽ കൂടി കടത്തിവിട്ടു. അപ്പോൾ കം ഔട്ട്, അപ്പൊ ആൽഫ റേസ് ഇതിൽ നിന്ന് വരുന്നത് എന്താണ്? അത് ഏതിലേക്കാ പതിയ? സർക്കുലർ ഫോട്ടോഗ്രാഫിക്, അതായത് ആൽഫ റേസ് ഈ ഗോൾഡ് ഫോയിലിൽ കൂടി കടത്തിവിട്ടപ്പോൾ അതിൽ നിന്നും വരുന്ന റേസ് ഏതിലേക്കാ പതിയണത്? ഫോട്ടോഗ്രാഫിക് ഫിലിമിലേക്കാണ് പതിയുന്നത്. ഇന്റർഫറൻസ് ബൈ അനാലിസിസ്, പിന്നെ ഇതിനെ കുറിച്ച് കുറച്ച് അനാലിസിസും എഴുതി. എന്താണ്? മേജർ പോർഷൻ ഓഫ് ആൻ ആറ്റം എംപ്റ്റി ആണ്, അതിലൊന്നുമില്ല. ദർ ഇസ് എ സ്മോൾ പാർട്ട് ഇൻസൈഡ് ദ ആറ്റം. ആറ്റത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഭാഗമുണ്ട്, അവിടെയാണ് എന്ത്? പോസിറ്റീവ് ചാർജ്. ആറ്റത്തിന്റെ ഉള്ളിലെ ചെറിയ ഭാഗത്തിൽ പോസിറ്റീവ് ചാർജ് മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സെൻട്രൽ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ന്യൂക്ലിയസ്.
So where all the positive charges being concentrated, that part is known as nucleus. So what all we have studied, the negatively charged particle, electron, and the positively charged particle, which is concentrated at the center, it is known as nucleus. Okay. In 1911, the scientific world recognized the presence of positively charged center in the atom on the basis of further experiments. പിന്നീടുള്ള എക്സ്പെരിമെന്റ്സ് വഴി 1920 എന്താ പ്രൂവ് ചെയ്ത് പോസിറ്റീവ് ചാർജിനെ പ്രോട്ടോൺസ് എന്ന് പറഞ്ഞു അല്ലെ. അത് എന്താണ് ഇലക്ട്രോണിന്റെ ഈക്വലും ഓപ്പോസിറ്റ് ചാർജ് ആണ്. പ്രോട്ടോൺ പോസിറ്റീവ്, ഇലക്ട്രോൺ നെഗറ്റീവ്. എങ്ങനെയാ ഡിറ്റർമിൻ ചെയ്ത്? മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ മാസിന് തുല്യമാണ്. ഓക്കെ. പ്രസൻസ് ഓഫ് ചാർജ്ലെസ് പാർട്ടിക്കിൾസ് ഇൻ ദ ന്യൂക്ലിയസ്. ഇനി അടുത്തത് എന്താണ്? ഇത് കണ്ടില്ലേ, ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിലിൽ കൂടെ പോയി അത് ഒരു സർക്കുലർ പാത്തിലേക്കാണ് റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. അതല്ല നമ്മളിവിടെ പറഞ്ഞത് സർക്കുലർ ഫോട്ടോഗ്രാഫിക് ഫിലിമിലേക്ക് പതിക്കും. ജെയിംസ് ചാഡ്വിക് ലേൺഡ് ആൻഡ് കണ്ടക്ടഡ് എക്സ്പെരിമെന്റ്സ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് റൂദർഫോർഡ്. അപ്പൊ ജെയിംസ് ചാഡ്വിക് ഒറ്റയ്ക്കല്ല അല്ലെ ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തത്, റൂദർഫോർഡിന്റെ ഗൈഡൻസോട് കൂടിയിട്ടാണ് ചെയ്തത്. He proved scientifically that inside the nucleus of an atom there are neutral particles having the mass equal to that of protons. അപ്പോൾ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ എന്താണ്? ശരിക്ക് പോസിറ്റീവ് അല്ല, നെഗറ്റീവ് അല്ല, പക്ഷെ അതിന്റെ മാസ് പ്രോട്ടോണിന്റെ മാസിന്റെയോട് തുല്യമാണ്. ആ ചാർജ്ലെസ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുക? ന്യൂട്രോൺ എന്ന് പറയുക. അപ്പൊ നമ്മൾ പോസിറ്റീവ് പ്രോട്ടോൺ, നെഗറ്റീവ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു. അത് കൂടാതെ ചാർജ്ലെസ് പാർട്ടിക്കിൾ അല്ലെ, കുറച്ച് ചാർജ് പാർട്ടിക്കിളായ പോസിറ്റീവ് ചാർജും ഉണ്ട്, പിന്നെ ചാർജ്ലെസ് പാർട്ടിക്കിൾ ഉണ്ട്. ആ ചാർജസ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ ന്യൂട്രോൺ എന്ന് പറയാറ്. The total mass of an atom is concentrated in the nucleus because the particle proton and neutron that possess mass are in the nucleus. അപ്പോൾ total mass of an atom, ഇപ്പൊ mass of an atom നമ്മൾ 3 എണ്ണം കണ്ടു. അതിൽ ഭൂരിഭാഗം എവിടെയുള്ളത്? ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസിൽ എന്തൊക്കെയുള്ളത്? പോസിറ്റീവ് ആയിട്ടുള്ള പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രൽ ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും ഉണ്ട്. ഇവ എവിടെയുള്ള? സെന്ററിലാണ്. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുക. Atom of all elements are made up of particles, namely electron, proton and neutron. The difference in the number of this particle make an element different from others. അപ്പോൾ എല്ലാ ആറ്റവും എലമെന്റ്സിൽ എന്തൊക്കെയുള്ളത്? ഈ 3 എണ്ണം ഉണ്ട്. ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് അല്ലെ. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ആണ്. നമ്പർ എത്ര പാർട്ടിക്കിൾസ് അതിൽ പ്രസന്റ് ഉണ്ട്, അതാണ് ഇതിന്റെ മൂന്നിന്റെയും ഡിഫറൻസ്. ഫീച്ചേഴ്സ് ഓഫ് പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. ആദ്യം ഇലക്ട്രോൺ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ ആണെങ്കിൽ P പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ ആണെങ്കിൽ എന്താണ്? ചാർജ് ലെസ്. ഓക്കെ. ഇലക്ട്രോണിന്റെ ചാർജ് ഇസ് വെരി ലെസ്. മാസ് പ്രോട്ടോൺ നമ്മൾ നേരത്തെ പറഞ്ഞു മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് മാസ് ഓഫ് ഹൈഡ്രജൻ. മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ന്യൂട്രോണും സമം, കാരണം രണ്ടും ഒന്നിൽ തന്നെ ഇരിക്കണം. അപ്പൊ രണ്ടിന്റെ പ്രോപ്പർട്ടി ഒരുമാതിരി തന്നെ ഇരിക്കണം അല്ലെ, ചാർജ് മാത്രം വ്യത്യാസം. സീൻ ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ഏത്? ഇലക്ട്രോൺ. ഓർബിറ്റിലാണ് ഇലക്ട്രോൺ കാണാറ്. ഓരോ ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് വെച്ച് ഫില്ല് ചെയ്യുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇതൊക്കെ നമ്മൾ പഠിക്കും. സീൻ ഇൻ ദ ന്യൂക്ലിയസ്. അപ്പൊ ഈ 3 എണ്ണം പഠിച്ചു വെക്കുക. ഓക്കെ. ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. There are electrically charged particles in an atom, negatively charged electrons and positively charged proton. Presence of electric charge hasn't been felt of atoms or to the molecules made of atoms. Electrically charged particles കാരണം പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട് ആറ്റത്തിൽ അല്ലെ. Rutherford planetary model of atom. Rutherford through his experiment found that atom has a center. അല്ലെ, റൂദർഫോർഡ് എക്സ്പെരിമെന്റിലൂടെ എന്താ കണ്ടുപിടിച്ചത്? ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ട്. And the whole mass എന്താണ്? എല്ലാ മാസും സെൻട്രലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. It is he who suggested a more or less acceptable model of an atom. അതിനെയാണ് നമ്മൾ എന്താ പറയാ? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. It can be assumed that part of an atom arranged in the solar system. സോളാർ സിസ്റ്റത്തിൽ സണ്ണും പ്ലാനറ്റ്സും എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതുപോലെയാണ് ന്യൂക്ലിയസും ഓർബിറ്റും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറയാം. സോളാർ സിസ്റ്റം ഹാസ് എ സെന്റർ അല്ലെ. ആറ്റത്തിന് തന്നെയുണ്ട്, ഒരു സെന്റർ ഉണ്ട്. സൺ ഈസ് അറ്റ് ദി സെന്റർ. സോളാർ സിസ്റ്റത്തിൽ സണ്ണാണ് സെന്റർ ആണെങ്കിൽ ഇവിടെയോ ന്യൂക്ലിയസ് ആണ് സെന്ററിൽ. പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദി സൺ ഇൻ ഓർബിറ്റ്സ്. പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ ആറ്റത്തിലാണെങ്കിലോ ന്യൂക്ലിയസ് റിവോൾവ് അറൗണ്ട്, ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഷെൽസ്. ഇലക്ട്രോൺസ് എങ്ങനെ റിവോൾവ് ചെയ്യുന്ന? ഓരോ ഷെല്ലിലാണ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.
Atomic model proposed by Rutherford was generally ഈ മോഡൽ എന്താണ് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു അല്ലേ അംഗീകരിക്കപ്പെട്ടു. But according to this model, electrons should eventually collapse in the nucleus. ഈ മോഡൽ അനുസരിച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം ന്യൂക്ലിയസുമായിട്ട് കൊളാപ്സ് ചെയ്യണം. As they lose their energy while revolving. കാരണം റിവോൾവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ എനർജി നഷ്ടമാവും with the field of attraction of the nucleus. Okay. Electrons should eventually collapse in the nucleus as they lose their energy. But this does not happen in atoms. ഇത് സംഭവിക്കില്ല. Fail to give an explanation to the doubt. അപ്പോൾ ഈ ഡൗട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ റൂദർഫോർഡിന് പറ്റിയില്ല. സോ ദിസ് മോഡൽ വാസ് ഈവൻച്വലി ഡിസ്കാർഡ്. അതായത് എനർജി ലൂസ് ചെയ്യുമ്പോൾ എന്താണ് അവർ കൊളാപ്സ് ആവും അല്ലേ. അപ്പൊ ഇതിനൊരു എക്സ്പ്ലനേഷൻ റൂദർഫോർഡിന് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഈ മെത്തേഡ് ഓൾറെഡി ഡിസ്കാർഡഡ് ആയി, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇലക്ട്രോൺ ഷെല്ല് ഇവിടെ ന്യൂക്ലിയസ് പീരിയോഡിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ മോഡൽ ഓഫ് ആൻ റൂദർഫോർഡ്സ് മോഡൽ atom model. Bohr model of atom. Niels Bohr proposed a new atomic model by giving a better explanation. അപ്പോൾ നീൽ ബോർ എന്ത് ചെയ്തു ഇതിനെ ഒരു നല്ല എക്സ്പ്ലനേഷൻ കൊടുത്തു അറ്റോമിക് മോഡലിന്. ഓക്കെ, ടു ദ റൂദർഫോർഡ് മോഡലിലേക്കാണ് നീൽ ബോർ എക്സ്പ്ലെയിൻ ചെയ്തത്. ദിസ് മോഡൽ ഈസ് നോൺ ആസ് ബോർ മോഡൽ. ബോർ മോഡൽ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഗിവിംഗ് ലൂസിഡ് എക്സ്പ്ലനേഷൻ ഓഫ് ദ ഫീച്ചേഴ്സ്. അപ്പോൾ ആറ്റത്തിന്റെ ഓരോ ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ മാർക്ക് കൊടുക്കാൻ പറ്റി നീൽസ് ബോറിന് കൊടുക്കാൻ പറ്റി. അക്കോർഡിംഗ് ടു ബോർ മോഡൽ റിവോൾവിംഗ് പാത്ത് ട്രേസ്ഡ് ബൈ ഇലക്ട്രോൺസ്. അപ്പൊ ആ റിവോൾവിംഗ് പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുക ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയുക. മെയിൻ ഐഡിയാസ് ഓഫ് ദ ബോർ മോഡൽ എന്തൊക്കെയായിരുന്നു മെയിൻ ഐഡിയാസ്? ഇലക്ട്രോൺ റിവോൾവ് റൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സ്ഡ് പാത്ത് ദാറ്റ് ഈസ് കോൾഡ് ഓർബിറ്റ്. ഇപ്പൊ ന്യൂക്ലിയസ് ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ഓരോന്നുള്ള പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുക ഓർബിറ്റ് എന്ന് പറയുക. ഇലക്ട്രോൺ ഇൻ ഈ ഷെൽ ഹാവ് എ ഡെഫിനിറ്റ് എനർജി. അപ്പോൾ ഓരോ ഷെല്ലിനും പ്രത്യേകമായിട്ടുള്ള എനർജി ഉണ്ട് അല്ലെ. ഷെൽ ആർ ഓൾസോ കോൾഡ്, ഷെൽസിന് വേറെ എന്തും കൂടെ പറയാം എനർജി ലെവൽസ് എന്ന് പറയാം. ആസ് ലോങ് ആസ് ദ ഇലക്ട്രോൺ റിവോൾവ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഇറ്റ് എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. അത് ഓരോ ഓർബിറ്റിന് ചുറ്റും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ എനർജി എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും. എനർജി ഓഫ് ദ ഷെൽ ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. എനർജി കൂടുന്നത് എപ്പോഴാണ് ന്യൂക്ലിയസിൽ നിന്ന് അകലെ പോകും തോറും. ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്, അകലെ പോകും തോറും അതിന്റെ എനർജി കൂടിക്കൊണ്ടിരിക്കും. The shells around the nucleus can be numbered as 1, 2, 3, 4, 5 or represented as the letter K, L, N, O, etc. മനസ്സിലായോ? അപ്പൊ ഇലക്ട്രോൺസ് എന്താണ് ന്യൂക്ലിയസിനെ ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതിനെയാണ് ആ പാത്തിനെയാണ് നമ്മൾ ഓർബിറ്റ് ഓർ ഷെൽ എന്ന് പറയുക. അതിന് പ്രത്യേകമായിട്ടുള്ള എനർജി ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് എനർജി ലെവൽസ് ആണ്. ആസ് ലോങ് ആസ് ദ ഇലക്ട്രോൺ റിവോൾവ് റൗണ്ട് ദ ഓർബിറ്റ് അതിന് ഇത് എപ്പോഴും എനർജി എന്തായിരിക്കും തുല്യമായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. എനർജി ഓഫ് ദ ഷെല്ല് അല്ലെ, ഓരോ ഷെല്ലിലുള്ള എനർജി കൂടുന്നത് എപ്പോഴാണ് ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോൾ എനർജിയും കൂടും. ഷെൽസ് അറൌണ്ട് ദ ന്യൂക്ലിയർ ക്യാൻ ബി, ഷെൽസിനെ എങ്ങനെ നമ്പർ ചെയ്യാം 1, 2, 3, 4 അല്ലെങ്കിൽ KLMNO എന്ന് നമ്പർ ചെയ്യാം. മാസ് നമ്പർ ആൻഡ് ആറ്റോമിക് നമ്പർ. നെയിം ഓഫ് പാർട്ടിക്കിൾ എന്താ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. പൊസിഷനോ പ്രോട്ടോൺ ന്യൂക്ലിയസില് മാസ് യൂസ്ഡ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസ് 1U. ഇലക്ട്രോൺ ഔട്ട്സൈഡ് ന്യൂക്ലിയസ് 0, ന്യൂട്രോൺ ന്യൂക്ലിയസില് 1U. അപ്പൊ പ്രോട്ടോണിനും ന്യൂട്രോണിനും 1U ആണ് മാസ്. Complete and analyze the table. Which are the fundamental particles whose masses are mainly responsible for the mass of an atom? പ്രോട്ടോണും ന്യൂട്രോണും അല്ലേ. മാസ് ഓഫ് പ്രോട്ടോൺ 1U, ന്യൂട്രോൺ ആണെങ്കിലും 1U. ഓക്കെ, വാട്ട് വിൽ ബി ദ മാസ് ഓഫ് ആൻ ആറ്റം ഹാവിംഗ് 1 പ്രോട്ടോണും 1 ന്യൂട്രോണും? 1 പ്രോട്ടോണും 1 ന്യൂട്രോണും ഉണ്ടെങ്കിൽ എന്താണ് 2U, രണ്ടും കൂടി കൂട്ടിയ 2U. ഫൈൻഡ് ദ മാസ് ഓഫ് ആൻ ആറ്റം to having 2 പ്രോട്ടോണും 2 ന്യൂട്രോണും. അപ്പോൾ 2 + 2 4U. Is there any relation between the total number of proton and neutron in an atom and its? നേരത്തെ നമ്മൾ പറഞ്ഞാണ് ന്യൂക്ലിയസിലാണ് ഈ പ്രോട്ടോണും ന്യൂട്രോണും കിടക്കുന്നത്. അപ്പൊ എന്താണ് അതിന്റെ മാസ് ഈക്വൽ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോണും ന്യൂട്രോൺ ഇൻ ആറ്റം അതിനെയാണ് നമ്മൾ എന്ത് പറയുക മാസ് നമ്പർ എന്ന് പറയുക. റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ, ഏത് ലെറ്ററിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ A. You might have understood the position and charge of the fundamental particle in an atom. Which is the fundamental particle of an atom that can be displaced when atoms rub against each other or they undergo chemical reaction with the other atom. Fundamental particle of atom can be displaced when atoms rub each other. Number of protons and neutrons എന്തായിരിക്കും
equal ആയിരിക്കും. Okay. Atom is electrically neutral. Number of protons and electrons are equal in an atom. The proton in an atom do not undergo any change in any of the circumstances mentioned above. And number of proton in an atom gains utmost significance. ആറ്റത്തിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? അതിന്റെ പ്രോട്ടോൺസിന്റെ നമ്പർ അനുസരിച്ചിട്ടാണ് ആറ്റത്തിനെ ഐഡന്റിഫൈ ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻ ആറ്റമിനെയാണ് നമ്മൾ എന്ത് പറയുക? ആറ്റോമിക് നമ്പർ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം is known as atomic number. Total number of protons in an ആറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? അറ്റോമിക് നമ്പർ എന്ന് പറയുക. ലേറ്റസ്റ്റ് സെറ്റ് ഇറ്റ് ഈസ് യൂസ് ടു റെപ്രസെന്റ്. സെറ്റ് ആണ് അറ്റോമിക് നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്, ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? അറ്റോമിക് നമ്പർ എന്ന് പറയുക. അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ആൻ protons in an atom, atomic number എന്ന് പറയും, represented as Z. If you know the atomic number of atom, the number of particle can be found. Proton എന്ന് പറയുന്നതാണ് atomic number. What is the case? You know the mass number P plus N. Atomic number എന്ന് പറയുമ്പോൾ number of protons ഉം number of electrons ഉം. Mass number എന്ന് പറയുമ്പോൾ number of protons plus number of neutrons. Number of neutrons എന്ന് പറഞ്ഞാലോ mass number ന്ന് atomic number minus ചെയ്യുക. Symbols are used to represent elements. Elements of a symbol represent one of its atoms. അപ്പോൾ atomic number എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ഇലക്ട്രോണിന്റെയും നമ്പർ ആണ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണിന്റെയും നമ്പർ കൂട്ടിയിട്ട്. ഓക്കെ, ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാലോ നമ്പർ ഓഫ് ന്യൂട്രോൺസ് പറഞ്ഞാൽ മാസ് നമ്പറിന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യാം. മാസ് നമ്പറിന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യാം. Just to represent other fundamental particle in an atom. Besides the fundamental particle, proton, electron, neutron, some other particles are discovered in the nucleus of an atom. Mesons, neutrinos, neutrino, antineutrino, positrons. Mesons, neutrino, antineutrino, positrons. If we include the mass number, atomic number to a symbol of an atom, about the atom can be inferred. You write the mass number and then at top left side of the symbol, atomic number on the bottom left side. ടോപ്പിലാണ് മാസ് നമ്പർ, ബോട്ടത്തിലാണ് അറ്റോമിക് നമ്പർ. സോ ഹൗ എ സോഡിയം ഇസ് റെപ്രസെന്റ് സിമ്പിൾസ്. സോഡിയം 23, 11. 23 എന്ന് പറയുന്നത് മാസ് നമ്പറും 11 എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. ഓക്കെ, സിമ്പിൾസ്. അപ്പൊ ഇതിൽ അറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 1. പ്രോട്ടോൺ എത്രയുണ്ട്? 1 അല്ലേ? മാസ് നമ്പർ പറയുമ്പോൾ പ്രോട്ടോൺ 1, ഇലക്ട്രോൺസ് 1, ന്യൂട്രോൺസ് 0. 0 എന്ന് വരാൻ കാരണം എന്താ? നമ്മളിവിടെ എന്താ പറഞ്ഞ്? മാസ് നമ്പർ, നമ്പർ ഓഫ് ന്യൂട്രോൺ, മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. നമ്പർ ഓഫ് ന്യൂട്രോൺസ് പറഞ്ഞാൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പൊ അത് വേണമെങ്കിൽ നമ്മൾ എഴുതാം. ന്യൂട്രോൺ ഇസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ 2 താഴെയുള്ളതാണ് അറ്റോമിക് നമ്പർ. മുകളിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? മാസ് നമ്പർ. മാസ് നമ്പർ ഹിയർ He42 പറയുമ്പോൾ 4 മാസ് നമ്പർ, അറ്റോമിക് നമ്പർ 2. പിന്നെ എന്താണ്? പ്രോട്ടോൺസ് എത്ര എണ്ണ ഉള്ളത്? 2. അറ്റോമിക് നമ്പർ പ്രോട്ടോൺസ്. ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ അതും 2 ആണ്. ന്യൂട്രോൺസ് പറയുമ്പോൾ 4 2 പോയാൽ 2. ലിഥിയം Li73 അല്ലേ? അപ്പൊ അറ്റോമിക് നമ്പർ പറയുന്നത് എന്താ? താഴെ എഴുതിയിരിക്കുന്നതാണ് അറ്റോമിക് നമ്പർ, ദാറ്റ് ഈസ് 3. മാസ് നമ്പർ എന്ന് പറയുമ്പോൾ ഓൺ ദ ടോപ്പിൽ ഏതാ ഉള്ളത്? 7. ഓക്കെ, നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഇലക്ട്രോൺസ് എത്ര തന്നെയാണ്? അറ്റോമിക് നമ്പറിലുള്ള അറ്റോമിക് നമ്പർ തന്നെയാണ് ഇലക്ട്രോൺസ്. ന്യൂട്രോൺസ് പറയുമ്പോൾ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അപ്പൊ എത്രയാ? 7 - 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. Next is C12-6. Here the atomic number is 6, mass number it is 12, mass number it is 12, protons 6, പിന്നെ electrons 6, protons 6, electrons 6, neutrons എത്രയാ? ഞാൻ പറഞ്ഞു മുകളിൽ എഴുതിയിരിക്കണതാണ് മാസ് നമ്പർ. അപ്പൊ അറ്റോമിക് നമ്പർ തന്നെയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസും പിന്നെന്താണ്
ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ഈ 12 6 പോയി കഴിഞ്ഞാൽ 6. നിയോൺ 2010. അപ്പോൾ 10 എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ, 20 എന്ന് പറയുമ്പോൾ മാസ് നമ്പർ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ 10, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10, നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുമ്പോൾ 20 - 10 10. ഇനി ആർഗൺ 1840 പറയുന്നത് 18 അറ്റോമിക് നമ്പർ, 40 മാസ് നമ്പർ, number of electrons 18, number of protons 18, then number of neutrons 40 minus 18, that is equal to 12. Okay. അപ്പോൾ ഈ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ട് അടുത്ത സെഷനിൽ കാണാം. So if you are interested, please do like, share and subscribe my channel. Okay, thank you.